ഇന്ന് നവംബർ 5. എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത 99% കുട്ടികളും ഇതുവരെ കാര്യമായി ക്രിസ്മസ് എക്സാമിന് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് അങ്ങനെയുള്ള കുട്ടികൾ മാത്രം കണ്ടാൽ മതി ഈ വീഡിയോ. എല്ലാം പഠിച്ചു കഴിഞ്ഞവർക്ക്, എല്ലാം സെറ്റായവർക്ക് ഈ വീഡിയോൻ്റെ ഒരാവശ്യവുമില്ല. സോ ഇന്ന് നവംബർ 5 നിങ്ങൾക്കൊക്കെ മനസ്സ് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അത് കഠിനമായ റിഗ്രറ്റ് ആണ്. ഇതുവരെ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല. എൻ്റെ മുന്നിൽ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആൻഡ് എൻ്റെ മുന്നിൽ ഇനി പഠിക്കാൻ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ ഇതുവരെ ഒന്നും സീരിയസ് ആയിട്ട് എടുത്തില്ല. അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. നേരത്തെ ലേശം പഠിച്ചു തുടങ്ങാനും എന്നുള്ള റിഗ്രറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, എടാ പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു. അത് വിചാരിച്ച് ഇനി നിന്ന് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് കൂടെ നമ്മളുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് 100% ഉറപ്പാണ്. ഇന്ന് നവംബർ 5 നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് മുതൽ എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പാണ് വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് എക്സാം ആയിട്ട് മാറും. എന്നാൽ കഴിഞ്ഞു പോയത് ആലോചിച്ച് റിഗ്രറ്റ് അടിച്ചിരിക്കുകയാണെങ്കിൽ എന്താണോ ഓണപരീക്ഷയ്ക്ക് സംഭവിച്ചത് അത് തന്നെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനും സംഭവിക്കുമെന്നുള്ള ഉറപ്പാണ്. ആൻഡ് നിങ്ങൾ റെഡി ആവുക പഠിക്കാൻ, നിങ്ങൾ റെഡി ആവുക, നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡി ആവുക. ഉറപ്പായിട്ടും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇന്ന് നവംബർ 5, ഡിസംബർ 11 ഏകദേശം നമുക്ക് ക്രിസ്മസ് എക്സാം തുടങ്ങുന്നത്. ഏകദേശം നമുക്കൊരു 35ഓളം ദിവസങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. ശരിക്കും നിങ്ങളൊരു എഫേർട്ട് ഇടാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ ദീസ് ഡേയ്സ് ആർ വെൽ ഇനഫ് എന്ന് ഞാൻ പറയും. നിങ്ങൾ നല്ലോണം വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് ഇത് മതി, ഈ ദിവസങ്ങൾ മതി നമുക്ക് എല്ലാം വെട്ടിപ്പിടിക്കാം. പക്ഷേ നിങ്ങൾ ഇടുന്ന എഫേർട്ട് അത്രയും സിൻസിയർ എഫേർട്ട് ആയിരിക്കണം. ഇന്ന് മേ ബി നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് വെച്ച് ഇവിടെ നിങ്ങൾ നിർത്തരുത്. അടുത്ത ദിവസം നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി റിസൾട്ട് കാണും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇതൊന്നും പോരാ, എന്നെ കൊണ്ട് പറ്റൂല, നിർത്തട്ടെ. എടാ അവിടെയും നിർത്തരുത്. ഡേ ബൈ ഡേ എന്താണ് നിങ്ങൾ കൂടുതൽ പവർ ആയിക്കൊണ്ടിരിക്കും. എല്ലാവരെയും പ്രശ്നം ഇതാ, ഫസ്റ്റ് 2 ദിവസം നോക്കും, കാര്യമായിട്ട് റിസൾട്ട് ഇല്ല, അങ്ങ് സ്റ്റോപ്പാക്കും. അങ്ങനെ പോയാൽ നിങ്ങൾ എക്സാമിനല്ലടാ ലൈഫിൽ പോലും എവിടെ എത്തൂലാണല്ലോ ഓർക്കണം കേട്ടോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ റെഡി ആവണം. എന്താ പെട്ടെന്ന് റിസൾട്ട് കാണാതിരിക്കുമ്പോഴേക്ക് നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ഇറ്റ് ടേക്സ് ടൈം എന്ന് മനസ്സിലാക്കുക. ഏതൊരു സാധനം ഇതുവരെ നമ്മൾ ലേസിയിലാണ് പോയത്, അത് ബ്രേക്ക് ചെയ്ത് പുതിയൊരു സാധനം ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ആദ്യത്തെയും 2ാമത്തെയും 3ാമത്തെയും ദിവസം പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ മൈൻഡ് ഒരു ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു നിസ്സാര ഡേയ്സ് നിങ്ങൾക്കിത് കയറുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. കൺസിസ്റ്റൻ്റ് ആയി വർക്ക് ചെയ്യുക. എത്രയൊക്കെ ചാപ്റ്റേഴ്സാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും ഉള്ളതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ക്രിസ്മസ് എക്സാമിന്, ഓണം എക്സാമിന് ശേഷമുള്ള പോർഷൻസിൽ നിന്നാണ് ക്രിസ്മസ് എക്സാമിന് 80% ചോദ്യങ്ങളും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഓക്കെ, ഇന്ന് മുതൽ ഞാൻ മരണമാസ പഠിത്തം പഠിക്കാൻ പോവാണ്, മാത്സിലെ ചാപ്റ്റർ 1 മുതൽ ഞാനങ്ങ് പഠിക്കാൻ പോവാം. നിങ്ങൾ ചെയ്യുന്നത് എന്താ? മണ്ടത്തരം എന്ന് ഞാൻ പറയും. കാരണം എന്താ, ഓണം എക്സാമിൻ്റെ പോർഷൻസിൽ നിന്ന് വളരെ കുറഞ്ഞ ചോദ്യങ്ങളെ നിങ്ങൾ ചോദിക്കൂ. നിങ്ങൾക്ക് മെയിൻ അതിന് ശേഷമുള്ള ക്രിസ്മസ് എക്സാം പോർഷനാണ്, അവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ ചാപ്റ്ററിലും പോയിട്ട് എല്ലാ സബ്ജക്റ്റിലും പോയിട്ട് 1ാമത്തെ ചാപ്റ്റർ മുതൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പഠിച്ചു തുടങ്ങരുത്. ഓക്കെ, ഓണത്തിന് ശേഷം ഏതൊക്കെയാണോ ചാപ്റ്റേഴ്സ് അവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫിസിക്സിൽ നിങ്ങൾക്ക് ഓണത്തിന് ശേഷമുള്ള 4 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. കെമിസ്ട്രിയിലും 4, മാത്സിൽ നിങ്ങൾ നോക്കൂ 6 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാണ്ട്. ബയോളജി ആണെങ്കിൽ 3, ജോഗ്രഫി 3, ഹിന്ദി 5 യൂണിറ്റ് ഉണ്ടാവും, ആൻഡ് ഇംഗ്ലീഷ് 3 യൂണിറ്റ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ബോധ്യം ഉണ്ടെങ്കിലേ നമുക്ക് എത്ര ടൈം കൊണ്ട് ഇത് പഠിച്ചു തീർക്കാൻ പറ്റും എന്നൊക്കെ നമുക്കറിയൂ. അല്ലാണ്ട് എന്തൊക്കെ ഉണ്ട് കുറച്ചൊക്കെ പഠിക്കാം അങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഓരോന്നിൽ നിന്നും ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഹിന്ദിയിൽ നിന്നും ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുക. 3.1, 3.2, 4.1, 4.2, 4.3 ആണ്. കെമിസ്ട്രിയിലാണെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് ഉണ്ടാവും, റെഡോക്സ് റിയാക്ഷൻസ് ഉണ്ടാവും, കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ടാവും, സൊല്യൂഷൻസ് ഉണ്ടാവും. ഈ 4 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫിസിക്സിലാണെങ്കിൽ ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ, ഫോഴ്സ്, വർക്ക് ആൻഡ് എനർജി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഫിസിക്സിൽ ആദ്യത്തെ ചാപ്റ്റർ പോയിട്ടല്ല നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ സെറ്റാക്കേണ്ടത് ഈ ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, റെഡി. ജോഗ്രഫിയിലാണെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ ഇംഗ്ലീഷിലാണെങ്കിൽ യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4 ഇത്രയും യൂണിറ്റ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്. ആൻഡ് മാത്സിലേക്ക് വരുമ്പോഴാണ് നമുക്ക് 6 ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത്. ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻസ്, സിമിലർ ട്രയാങ്കിൾസ്, സർക്കിൾ മെഷേഴ്സ്, റിയൽ നമ്പേഴ്സ്, പോളിനോമിയൽസ്, പാർട്സ് ഓഫ് സർക്കിൾസ്, ഇത്രയും സാധനങ്ങളുണ്ട്. മാത്സ് പോയിട്ട് ആദ്യത്തെ ചാപ്റ്റർ മറ്റേ പെയർസ് ഓഫ് ഇക്വേഷൻസോ അല്ലെങ്കിൽ ന്യൂ നമ്പേഴ്സോ അല്ല നിങ്ങൾ ഇന്ന് പവർ കൂടിയിട്ട് പഠിച്ചു തുടങ്ങേണ്ടത്. ഏതാണ് നിങ്ങൾ പഠിച്ചു കൊടുക്കേണ്ടത്?
ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്റർ, ഓരോ ചാപ്റ്ററും ആണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്, ഫസ്റ്റ് ചാപ്റ്റർ അല്ല കേട്ടോ. ഓക്കെ, ആൻഡ് ടോട്ടൽ ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ നമ്മളുടെ മുന്നിൽ 35 ദിവസങ്ങളുണ്ട്. ആൻഡ് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 35 ചാപ്റ്റേഴ്സ് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നല്ല രീതിക്ക് നിങ്ങൾ എഫേർട്ട് ഇടേണ്ടി വരും, 100% ഉറപ്പാണ്. ഓക്കെ, സോ എല്ലാവരും ആ ഉറങ്ങുന്ന എണീക്കുന്നതൊക്കെ ഒന്ന് ടൈം ഒന്ന് അറേഞ്ച് ചെയ്യണം. ഞാൻ മെജോറിറ്റി കുട്ടികളുടെ പ്രശ്നം പറയട്ടോ, നാളെ രാവിലെ എണീച്ച് ഞാൻ മാസമായിട്ട് പഠിക്കുന്നതായിരിക്കും, പക്ഷേ രാവിലെ എണീച്ച് നോക്കുമ്പോൾ എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നത് ശരിക്കും അതിൻ്റെ തലേന്നാണെന്ന് പണ്ടുള്ളവർ പറയലുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ നാളെ നവംബർ 6-ാം തീയതി ഓർ നാളെ നല്ലോണം പഠിച്ചു തുടങ്ങണമെങ്കിൽ, രാവിലെ എണീച്ച് പഠിക്കണമെങ്കിൽ നവംബർ 5-ന് നൈറ്റ് നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കണം. നാളെ ഞാൻ നവംബർ 6-ന് അല്ലെങ്കിൽ ഇന്ന് രാത്രി പ്ലാൻ ഉണ്ടാക്കണം. നാളെ ഞാൻ എന്താ പഠിക്കാൻ പോകുന്നത്, നാളെ ഞാൻ മാത്സിലെ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷനാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവണം. ആൻഡ് നിങ്ങളുടെ ടേബിളിൽ അതിന് വേണ്ട നോട്ട്സും ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. എന്നാൽ പിറ്റേന്ന് രാവിലെ എണീച്ച് വൃത്തിക്ക് ആ സാധനം പഠിക്കാം അല്ലേ. ആ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, ആൻഡ് ഒരു ചാപ്റ്റർ ഒരു ദിവസം പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞു. ആൻഡ് അത് ഈസി ആയിരിക്കില്ല, ഈസി ആണെന്ന് വിചാരിച്ച് ആരും നിൽക്കരുത്. ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് എല്ലാവരും ചെയ്യാനും, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് പവർഫുള്ളായി സക്സസ്ഫുൾ ആവണമെങ്കിൽ അവിടെ എല്ലാവരും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എല്ലാവരും നേരത്തെ എണീക്കാൻ റെഡിയല്ല, എല്ലാവരും നല്ല രീതിക്ക് എഫേർട്ട് ഇടാൻ റെഡിയല്ല, പണിയെടുക്കാൻ റെഡിയല്ല, സാക്രിഫൈസ് ചെയ്യാൻ റെഡിയല്ല. ഒന്നും എന്ത് പരിപാടി ഉണ്ടെങ്കിലും അങ്ങ് പോകും. ഇനി എല്ലാ പരിപാടിക്കും ഒന്ന് പോയി എല്ലാം അറ്റൻഡ് ചെയ്തെടുക്കാനുള്ള ടൈം നമുക്കില്ല. ആവശ്യത്തിനുള്ള ടൈമേ നമ്മളെ ഉള്ളൂ. 9-ാം ക്ലാസ് പവർഫുൾ ആക്കിയാലേ 10 നമുക്ക് പവർഫുൾ ആക്കാൻ പറ്റൂ. അത് നിങ്ങളൊരു ഡ്രീം അല്ലേ? ആണ്. ആ ഡ്രീം എന്താണെന്നുള്ളത് എപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കണം. വെറുതെ നമ്മളൊരു ഒരു അബോധാവസ്ഥയിൽ ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യവുമില്ല. ഓണം എക്സാമിന് ശേഷം ഏതൊക്കെയാണോ പോർഷനിൽ, ആ ഓരോ പോർഷനും ദിവസം 1 വെച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. ആൻഡ് അത് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓണം എക്സാമിൻ്റെ പോർഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പഠിക്കാൻ പാടുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നമുക്ക് കുറഞ്ഞ ചോദ്യങ്ങളാണ് വരുന്നത്. ആൻഡ് ഈ ഒരു രീതിക്ക് പോകണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു കുട്ടി നല്ല രീതിക്ക് പവർഫുള്ളായി എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ആണല്ലോ? ആണ്. സോ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അടിപൊളി, ഒന്നും പറയാനില്ല, നിങ്ങൾ പവർഫുൾ സ്റ്റുഡൻസ് ആണെന്ന് ഞാൻ പറയും. ആൻഡ് കുറച്ച് കുട്ടികളുണ്ടാവും, സാർ എനിക്കിത് ഒറ്റയ്ക്ക് പറ്റില്ല, എനിക്ക് ഒരാൾ ഗൈഡ് ചെയ്യണം, എനിക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ തരണം, എനിക്ക് നല്ല ഗൈഡൻസ് വേണം, ഞാനൊന്ന് ഡൗൺ ആകുമ്പോൾ എന്നെ ഇത് സെറ്റാക്കി തരണം, എൻ്റെ എവിടെ എപ്പോൾ എന്ത് പഠിക്കണം എന്ന് എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് തരണം. ഇങ്ങനെ കുട്ടികൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഓഫർ മുന്നോട്ട് വെക്കുകയാണ്. അതാണ് നമ്മളുടെ പ്രീ ബൂസ്റ്റർ ബാച്ച്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടികളോട് ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പറയില്ല. ഏതൊരു കുട്ടിക്ക് അസിസ്റ്റൻസ് വേണമെന്ന് തോന്നുന്നോ, ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നോ, ഒരു കൈത്താങ് വേണമെന്ന് തോന്നുന്നോ, അവർ മാത്രം വരിക എവിടേക്ക്, പ്രീ ബൂസ്റ്റർ ബാച്ചിലേക്ക്. നിങ്ങൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യലി ഈ ഒരു കണ്ടീഷനിലേക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് പ്രീ ബൂസ്റ്റർ ബാച്ച്. ആൻഡ് ഇതിൻ്റെ ഓഫർ വരുന്നത് നവംബർ 7 വരെ മാത്രം. നവംബർ 7-ന് മുന്നേ വരെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3299 രൂപ മതി. അല്ലെങ്കിൽ എമൗണ്ട് കൂടും. ഓക്കെ, സോ ഒരുപാട് കുട്ടികളാണ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിമിറ്റഡ് സീറ്റ്സേ നമുക്കുള്ളൂ. ഈ ബാച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഓപ്ഷൻ നമ്മളുടെ മുന്നിൽ ഉണ്ടാവില്ല. എത്ര നേരത്തെ നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നു, എത്ര നേരത്തെ പഠിച്ചു തുടങ്ങുന്നു, അത്രയും നല്ലതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം എക്സാം പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. സോ പുതിയ രീതിയിലുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും പഠിച്ചു പോയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവൻ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ഉണ്ടാവും. എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് വെറുതെ ഒന്ന് കേട്ട് നോക്ക്. നിങ്ങൾ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും വെറുതെ കേട്ട് നോക്കൂ. അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ, ഒക്ടോബർ മാസം കഴിഞ്ഞു, ഇനി ഈ ഒരു നവംബർ മാസത്തിൽ നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ സകല പോർഷനും നമ്മൾ തീർത്തിരിക്കും. നിങ്ങളോട് പറയും, മോനെ ഡെയിലി നീ ഇതാ പഠിക്കേണ്ടത്, ഫിസിക്സിലെ 6-ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നീ പഠിക്കേണ്ടത്, നാളെ നീ പഠിക്കേണ്ടത് കെമിസ്ട്രിയിലെ 3-ാമത്തേതാണ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും നിങ്ങൾക്ക് കറക്റ്റ് ഗൈഡൻസ് തരും. ആൻഡ് നിങ്ങൾ അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ മുന്നേ അടിപൊളിയായിട്ട് തീർക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഫുൾ ചാപ്റ്ററും നിങ്ങൾക്ക് എവിടെ ഉണ്ടാവും, നമ്മളുടെ ഈ ബാച്ചിലെ ആപ്പിൽ കിട്ടുന്നതാണ്. ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻ മാത്രമല്ല, നിങ്ങൾ ക്രിസ്മസ് എക്സാമിൻ്റെ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണത്തിൻ്റെ കുറച്ച് പോർഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നിങ്ങൾക്ക് എവിടെ ഉണ്ടാവും,
അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ ഡിസംബറിൽ നമ്മൾ എന്താണ് റിവിഷനാണ്, അതുപോലെ തന്നെ മോഡൽ എക്സാമുമാണ് നമ്മൾ നടത്തുക. ആൻഡ് സിലബസ് നമുക്ക് തീരാൻ പോകുന്നത്, മൊത്തം സിലബസ് ജനുവരി 30 ആകുമ്പോഴേക്ക് നമുക്ക് തീരും. അതായത് ഇന്ന് ഇത് പഠിക്കണം, നാളെ ഇത് പഠിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഷെഡ്യൂൾ തന്ന് തീർക്കുന്ന ദിവസമാണ് ജനുവരി 30. ഇതിൻ്റെ മുന്നേ തന്നെ എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് ആപ്പ് കിട്ടും. നമ്മൾ തരുന്നതിനേക്കാട്ടി സ്പീഡ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെക്കാട്ടിലും നേരത്തെ വേണമെങ്കിൽ തീർക്കാം. ഫുൾ ചാപ്റ്റർ അവിടെ ഉണ്ടാവും. ഓക്കെ, റെഡി. അടുത്ത ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നമ്മൾ കംപ്ലീറ്റ്ലി എന്താണ് റിവിഷനും മോഡൽ എക്സാമിലേക്കുമായിരിക്കും ഫോക്കസ് ചെയ്യുക. നമ്മൾ എത്രയും പെട്ടെന്ന് ചാപ്റ്റേഴ്സൊക്കെ തീർത്ത് മോഡൽ എക്സാം റിവിഷനിലേക്ക് ഫോക്കസ് ചെയ്യും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഓരോ വീഡിയോ കഴിയുമ്പോഴും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെറ്റ് ചോദ്യങ്ങൾ കിട്ടുമെന്നുള്ളതാണ്. ആൻഡ് ഇഷ്ടം പോലെ 3 സെറ്റ് ഓഫ് എക്സാംസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഒരുപാട് എക്സാമുകൾ, ഓരോ ചാപ്റ്ററിനും 3 സെറ്റ് എക്സാമുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ AI നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളുടെ ആപ്പ് തന്നെ ചോദിക്കാൻ പറ്റുന്നതാണ്. സബ്ജക്ട് വൈസ് ക്ലബ്ബുകൾ ഉണ്ടാവും. മാത്സ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവർക്ക് അവിടെ മാത്സ് ക്ലബ്ബ് ഉണ്ടാവും. ആ ക്ലബ്ബ് കയറി കഴിഞ്ഞാൽ മാത്സ് ഈസി ആക്കാനുള്ള സകല സാധനവും അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും ഉണ്ടാവും. ആൻഡ് ഓരോ ക്ലാസ്സിനും നിങ്ങൾക്ക് 2 ടൈപ്സ് നോട്ട് ഉണ്ടാവും. ടീച്ചർ ഇവിടെ എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് അത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് അതല്ലാതെ ഒരു ചാപ്റ്ററിന് ഫുൾ നോട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആൻഡ് മെൻറ്ററിങ്, ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യമാണ്. അതായത് നിങ്ങളൊന്ന് ഡൗൺ ആകുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ടോ നിങ്ങളെ പേരൻസിനെ വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, അതിന് പരിഹാരം തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു മെൻറ്റർ ഉണ്ടാവും. അവർ ഇടയ്ക്കിടെ നിങ്ങളെ കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് എനിക്ക് ഉറപ്പാണ് ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ കിട്ടാൻ പോകുന്ന ഒരു സാധനം എന്താണ്? A+ എന്നുള്ളത് തന്നെയാണ്. A+ എന്നുള്ളത് തന്നെയാണ് 100% അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ ആലോചിക്കുക, എനിക്കിതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ യുദ്ധം ജയിക്കാൻ പറ്റും. ആൻഡ് ഏതെങ്കിലും ഒരു കുട്ടിക്ക് തോന്നുകയാണ് എനിക്കൊരു അസിസ്റ്റൻസ് വേണം ഈ കാര്യത്തിലെന്ന്, അവർക്ക് വേണ്ടി മാത്രമാണ് എച്ചുബോർഡിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ച് ആരംഭിച്ചിട്ടുള്ളത്. സോ തീരുമാനം നിങ്ങളുടേതാണ്. എന്ത് തീരുമാനമാണെങ്കിലും അത് ലേറ്റ് ആവാതിരിക്കുക. എത്ര പെട്ടെന്ന് നിങ്ങൾ എടുക്കുന്നോ അത്രയും നല്ലതാണ്. ആൻഡ് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന്, ഞാൻ പറഞ്ഞതിലൊക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ. ആൻഡ് ആ കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി പറയുക, നിങ്ങൾ ജസ്റ്റ് ഓണം എക്സാമിന് ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് ക്രിസ്മസ് എക്സാമിന് കൂടുതൽ മാർക്ക് നേടാൻ വേണ്ടി ട്രൈ ചെയ്യണം. സോ ഇപ്പം തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഹോപ്പ് കൈവിടാതിരിക്കുക. നമ്മൾ വർക്ക് ചെയ്താൽ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സി യു, ബൈ.